അമ്പലത്തിൽ എന്തോരം തിരക്ക്. ആണോ? ഭയങ്കര തിരക്ക്. പക്ഷെ നമ്മൾ താമസിച്ച് പോയതുകൊണ്ട് വിഷ്കൈ നീട്ടാൻ കിട്ടിയില്ല. ഇനി ഇത് വഴറ്റി ഇത് ഒഴിച്ച് തേങ്ങാപ്പാൽ ഒഴിക്കണം. അപ്പൊ ഇനി ബന്ധുക്കൾ വേണോ അല്ലേ? ഇനിയിപ്പോ അമ്പലത്തിൽ നിന്ന് കിട്ടിയില്ല എന്ന് വെച്ച് വിഷമിക്കണ്ട. ബന്ധുക്കൾ ആരെങ്കിലും വരാതിരിക്കുവോ? വിഷു ആയിട്ട് നമ്മളെ കാണാൻ വരുമല്ലോ. അമ്പലത്തിൽ പോയി വന്നാ? അല്ലേ, വിഷു ആയിട്ട് കുഞ്ചാ. എനിക്ക് വയ്യാത്തോണ്ട് ഞാൻ എല്ലാം ഉണ്ടാക്കാൻ നിന്നില്ല അമ്മായി. ചെമ്മീനാവുമ്പോ ഒറ്റടിക്ക് ഇത് മാത്രം മതിയല്ലോ. എന്നാ പിന്നെ നിനക്ക് വയ്യെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞൂടായിരുന്നാ? ഞാൻ ചെയ്യില്ലായിരുന്നാ? അമ്മായി പിന്നെ ഒറ്റയ്ക്ക് നിൽക്കണ്ടേ? വിഷു ആയിട്ടൊരു സദ്യയല്ലേ മക്കളെ നമുക്ക് ആവശ്യം. ഇനിയിപ്പോ പോട്ടല്ലേ, ഇങ്ങനെ അങ്ങ് പോട്ട്. അമ്പലത്തിൽ എന്തോരം തിരക്ക്. ആണോ? ഭയങ്കര തിരക്ക്. പക്ഷെ നമ്മൾ താമസിച്ച് പോയതുകൊണ്ട് വിഷ്കൈ നീട്ടാൻ കിട്ടിയില്ല. ആണോ? ചിരിക്കണോ? എന്നുവെച്ചാൽ ഞാൻ വന്നില്ല, നിങ്ങക്ക് കിട്ടിയതും ഇല്ലല്ലോ. ഭയങ്കരപ്പെട്ട മോളാണ്. അവനെ കണി പിന്നെ വെളുപ്പിനെ കണ്ടല്ലോ, പിള്ളേർ കൊണ്ട് കാണിച്ചല്ല കണി. പിന്നെ സദ്യയുടെ കാര്യമല്ലേ, ഇവക്ക് സദ്യനോട് വലിയ താല്പര്യമില്ല. ഇവക്ക് എപ്പോഴും നോൺ വേണമല്ലോ. അങ്ങനെ സദ്യ ഉണ്ടാക്കിയില്ലെങ്കിലും ഇവള് പരാതി പറയാറില്ല. എന്താ നീ പറയാത്തത്? വലിയ താല്പര്യമൊന്നുമില്ല ഇങ്ങനെ. അതിനോട് എനിക്കും താല്പര്യമില്ല. പായസം ഇഷ്ടമാണ് എനിക്കുവേ. കുറേ കറികൾ കൂട്ടി ഭക്ഷണം കഴിക്കണം എന്ന് എനിക്കുമില്ല. നമ്മൾ എളുപ്പം വന്നില്ലെങ്കിൽ നീ വഴക്ക് പറയാറ്റില്ലെങ്കിൽ അമ്പലത്തിൽ സദ്യ ഉണ്ടായിരുന്നു. അമ്മായി പോയി കഴിച്ചിട്ട് അമ്പലത്തില്? ഇനിയിപ്പോ പോണില്ല. ആളോ, നിനക്ക് ഞാൻ ഒരു വെറൈറ്റി സാധനം ഉണ്ടാക്കി തരാം. വാ, സാധനം ഉണ്ടാക്കി തരാം. അത് വന്ന് കഴിക്കുമ്പോ മനസ്സിലായാ പോരെ. ഞാൻ പൊരിക്കാനോ? മീന് നിനക്ക് ഇങ്ങോട്ട് എണീറ്റ് വാ. പൊരിക്കണമെന്ന് അവളോട് പറയാൻ പാടില്ല അമ്മായി. പൊള്ളൂല്ല കേട്ടാ, പൊള്ളൂല്ല. എന്താ മറ്റേ സാധാ ഉഴുന്ന് പപ്പടം പോലെ ഇതാവൂല. ഇങ്ങനെ പൊരിഞ്ഞു വരുന്നില്ലാണോ? ഇല്ല, എൻ്റെ എണ്ണ തോരട്ടെ. പൊള്ളണമെന്നില്ല അമ്മയ്ക്ക്. എൻ്റെ എണ്ണ കേട്ടോട്ടെ എടുത്തത്. ഇതല്ലേ ഇനി വറക്കോ? ഇനി കുറച്ച് നമ്മളെല്ലാരും കഴിക്കില്ലേ? നീ തന്നെ 10 കഴിക്കും. 10 കഴിക്കില്ലേ? ഒന്ന് കഴിച്ചു നോക്കിയിട്ട് പറയാല്ലേ?
ഇത് മറ്റേ കൊഞ്ച് കറി വയ്ക്കാൻ. അതിട്ട് തരാനാ? പുളി ഉണ്ടോ? ഇതിനത്ര പുളി വരാൻ ന്യായമുള്ളതല്ല. പുളിയാണെങ്കിൽ ചുമ്മാ പോണല്ലേ. ഇനി അങ്ങോട്ട് മാങ്ങ സീസൺ ആണല്ലോ. പഴുത്തതെങ്കിൽ ഒരു കൈ നോക്കിയാനല്ലേ. പഴുത്തെങ്കിൽ സൂപ്പറായിരുന്നു. പുഴു കയറും ഇതില് ഈ മാങ്ങയിൽ. എന്തോ അതെന്താ ബാക്കി പുഴു കയറൂല? അത് ചില മാങ്ങയില്, വരിക്ക മാങ്ങയിലൊന്നും പുഴു കയറൂല. എങ്ങനെ മനസ്സിലാവും ഇത് വരിക്കനാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ്? അതറിയാം, മാങ്ങ കണ്ടറിയാലോ. വരിക്കയ്ക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. അതിന് തോട് നല്ല കട്ടിയായിരിക്കും. പിന്നെ നല്ല ചുവപ്പ് കളറിൽ വിളഞ്ഞൊക്കെ വരുമ്പോഴേ, കഴുത്ത് വരുമ്പോൾ നല്ല ചുവപ്പ് കളറൊക്കെ ആയിരിക്കും. മധുരത്തിനും വ്യത്യാസമുണ്ട്. ഏറ്റവും നല്ലത് ഏതാ? ഏറ്റവും ടേസ്റ്റ് ഉള്ളത്? വരിക്ക. ഹലോ, കൂട്ടുപോവോ? കൊടുക്കത്ത പുളി. പുളിയുടെ കൂടെ പോണ്ട, പോണില്ലല്ലേ? ഇവിടെ ഇരിക്കട്ടെ, എപ്പോഴെങ്കിലും നീ പോണ സമയത്ത് കളയട്ടാ. കണ്ണി തീർച്ച ജസ്റ്റ് മിസ്. മക്കളെ അരപ്പൊക്കെ ഇത് കറി വയ്ക്കാനോ പൊരിക്കുകയാണോ? പൊരിച്ച് കറി വെച്ച് എന്നിട്ട് ഇങ്ങനെ കളിയടക്കി ഉണ്ടാക്കും. ഉപ്പുണ്ടാ നോക്കിയമ്മായി? ഉപ്പുണ്ടാ? പുളി ഉപ്പൊക്കെ ഉണ്ട്. ചെമ്മീനുള്ളത് പുളി കൂടുതൽ. പുളി ഉപ്പ് മതി. ആ മാങ്ങയുടെ ആണെന്ന് തോന്നുന്നത് പുളി. എരിവ് കുറവ് അല്ലേ? എരിവ് കുറവ്. നമ്മൾ ഇനിയും പച്ചമുളക് ഇടും. ഇതിവിടെ ഒരു 10-20 മിനിറ്റ് ഇരിക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് അമ്മായി ഉണ്ടാക്കിയ സ്പെഷ്യൽ കഴിച്ചിട്ടും വരാം. വരാം വരാം വരാം. ഇനി എടുക്കുമ്പം ഓക്കെ. ചായ കുടിച്ച് തീർക്കല്ലേ. ഞങ്ങൾ നല്ല വെറൈറ്റി പപ്പടമൊക്കെ കൊണ്ടുവന്ന്. പപ്പടവട, കപ്പ
കപ്പ പപ്പടം വട ഇല്ല. കപ്പ പപ്പടോ ഇതമ്മായി ഞാൻ വെച്ച് പപ്പട വട ആയിരിക്കും. കൊള്ളാം. കൊള്ളാം. നമ്മള് ഇങ്ങനെ വിരലിട്ട് കഴിക്കില്ല ഒരു മഞ്ഞ അതിന്റെ ടേസ്റ്റ് എനിക്കിഷ്ടമാണ്. പെട്ടെന്ന് പൊടിഞ്ഞും പോവും. നിങ്ങൾ ചായ കുടിക്കും അമ്പോട്ടെ. ചേച്ചി കൊണ്ടോ. നീയേ ഉരുളി ഞാൻ അവിടെ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ടോ? ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി അരിഞ്ഞു വെച്ചതെല്ലാം എടുത്തുണ്ടോ? പച്ചമുളക് കൂടി ഇരിപ്പണ്ടേ. എന്താ മോനെ ഇതെടുത്ത് കഴിക്കാനാ. ഇനി ഇത് വഴറ്റി ഇത് ഒഴിച്ച് തേങ്ങാപ്പാൽ ഒഴിക്കും. കറി വെക്കാൻ പോണോ? പാവല്ലേ ചേച്ചി ഇത്? ഇത്ര നേരം അത് നിന്ന് തിന്നുമ്പോഴാ. പാവോ. കറി വെക്കണ്ട, പൊരിച്ചാ മതി. പൊരിച്ചല്ലേ വെച്ചിരിക്കണേ, നീ അതല്ലേ കറിയാക്കാൻ പോണേ. കൊള്ളാവോ? കണ്ട് കൊതിപ്പിക്കും. അയ്യോ ചൂടാവട്ടെ. ഞാൻ ഇഞ്ചി വെളുത്തുള്ളി എടുത്തുണ്ടേ, മറന്നുപോയി. അവള് വരണേനിടയ്ക്ക് ഒരു 5 എണ്ണം കഴിച്ചു. ചൂടായ എണ്ണ അമ്മ നീങ്ങേ കുറച്ച്. എണ്ണ ചൂടായെങ്കിൽ ഉള്ളി ഇട്ടോട്ടാ. ഇടാല്ലേ? ആ ഇട്ടോ ഇട്ടോ ഒരു ഇട്ടോ. കൊള്ളാല്ലേ ഫ്രൈ ചെയ്തത്? ആ മാങ്ങയുടെ പുളിയൊക്കെ നല്ല രസം. ഉള്ളി ചതയെ പിടിച്ചിട്ടുണ്ട്. സ്വല്പം ഉപ്പെടുത്തിട്ട് ഫ്രൈ കൊള്ളാം അല്ലേ? മൂത്തമ്മായി മൂത്ത് മുളകിട്. മുളക് ലാസ്റ്റ്.
സൗണ്ട് എന്തിനേത് ദുഷ്ടി എഞ്ഞൊരു തെറ്റേന്ന് മുളക് പറയണത്. മുളകിന് ഡബ് ചെയ്ത് അമ്മായി ഇല്ലേ? നീ കൈവിടാതെ ഇളക്കണേ അമ്മായി. തേങ്ങാപ്പാൽ ഒഴിക്കാനേ. തന്നേക്കിനെ ഇളകാം. തരാം. ഇനി തീ വേണ്ട. ഓ തീർന്നോ? കഴിഞ്ഞു കഴിഞ്ഞു. മാറ്റിക്കാം, തീന്ന് മാറ്റാം. നിങ്ങൾ പോയി ടേബിൾ സെറ്റ് ചെയ്തോ, ഞാൻ വരാം. ഓക്കെ. ഓക്കെ. നല്ല ഭംഗിയുണ്ടല്ലേ? കടലിൽ നോക്കി ഇരുന്നിട്ട് ഇത് നോക്കുമ്പോ അവിടുന്ന് വരാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ ഒരു മറ്റേ വാതിൽ നിനക്ക് തുറന്നു കിടക്കുന്നുണ്ട്. എന്ത് വിശ്വാസം ഇല്ല? സുഹിച്ച് വിശ്വാസമില്ലല്ലോ, സുഹിച്ച്. ചോദിച്ചത് കൊണ്ട് അവൾ അങ്ങനെ ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് അധികം മുരിയാത്തതാണ് ഇഷ്ടം. നിനക്ക് നല്ല മുരിഞ്ഞതല്ലേ ഇഷ്ടം? എങ്ങനെയുണ്ട് പറ, എങ്ങനെയുണ്ടെന്ന് പറ. പുളി കഴിച്ചോ? ഞാൻ നേരത്തെ കഴിച്ചപ്പോ പറഞ്ഞത്. അത് നേരത്തെ അല്ലേ കഴിച്ചു, ഇപ്പത്തെ കഴിച്ചില്ലല്ലോ. ആ ഫ്രൈ ആയിരുന്നു ഇഷ്ടപ്പെട്ട ഇതാണോ? ഇത് അമ്മായി ഫ്രൈ കഴിച്ചില്ലല്ലേ? ഫ്രൈയില്ലേ, ഒരു ഫ്രൈഡ് ഐറ്റം ആ പുളി മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്കിപ്പോൾ വേറെ എന്തൊക്കെയോ കൂടി ഒരു മിക്സ്ചർ പോലെ ആയല്ലോ. ആ പാലും നിനക്ക് ഇഷ്ടപ്പെട്ട? മാങ്ങയ്ക്കാണ് നല്ല പുളി, നല്ല മാങ്ങ. മീൻകറി വെക്കാൻ നോക്കുമ്പോൾ ഇതുപോലെ പുളിയുള്ള മാങ്ങ കിട്ടൂല. സത്യം. അല്ലേ അമ്മായി? അത് നമ്മൾ തിരക്കാത്തോണ്ട് മാങ്ങ സീസൺ അല്ലേ?